ലിജു ഇതാ ഇപ്പം പറയും BMS ആണെന്ന് പറയും, RSS ആണെന്ന് പറയും, അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ആണെന്ന് പറയും, SDP ആണെന്ന് പറയും, എന്തോ മഴവിൽ സഖ്യമാണെന്ന് പറയും. 8 വർഷമായി പറഞ്ഞ് മടുക്കുന്നു. ഇനി മടുത്തു കഴിയുമ്പോൾ ബബ്ബർ കൽസയോ ഹർക്കത്തുൽ മുജാഹിദീനോ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റോ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് അറിയില്ല. ഇതാ ഇപ്പോൾ ഒന്ന് BMSന്റെ ഏതോ വാർത്താക്കുറിപ്പ് എടുത്തു പറയുന്നു. ലിജു ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യം എന്താ? ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യം സർവ്വതിനും വിലക്കയറ്റമുള്ളൊരു നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ 232 ഒരു ദിവസം മതിയാവില്ല, ഞങ്ങൾക്ക് മിനിമം 500 രൂപയെങ്കിലും വേണം. അതിനെ ചെറുക്കാൻ വീറോടെ വാദിക്കുന്നത് നോക്കൂ. ജയിക്ക് പോട്ടെ, CPM ഉത്തരവാദിത്തമാണ്. അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുതൽ MV ഗോവിന്ദൻ മുതൽ പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി മുതൽ MP രാജേഷ് മുതൽ സകലരും വീറോടെ വാദിക്കുന്നത് എന്താണ്? 232 രൂപയിൽ തരിമ്പ് പൈസ കൂട്ടിക്കൊടുക്കലെന്ന് വാദിക്കാൻ വേണ്ടിയാ. ലിജു INTUC എവിടെയാണ്? ലിജു? ഹാഷ്മി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായി ഈ സമരത്തിനൊപ്പമുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായി ആശാ വർക്കേഴ്സിൻ്റെ സമരത്തെ പിന്തുണച്ച് പ്രക്ഷോഭങ്ങൾ നടത്തിയ പാർട്ടി കോൺഗ്രസ്സാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ആദ്യ ദിവസം തന്നെ ഇവരുടെ സമരങ്ങൾ മുന്നോട്ട് പോയപ്പോൾ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് കോൺഗ്രസ് കമ്മിറ്റികളാണ്. രണ്ടാം ദിവസം ആശാ വർക്കർമാരെ മാറ്റി പകരം സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ KPCC ആഹ്വാനം അനുസരിച്ച് എല്ലാ പഞ്ചായത്തുകൾക്ക് മുമ്പിൽ ആ ഓർഡർ കത്തിച്ച് സമരം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തുകയും KPCC അധ്യക്ഷനും ശ്രീ VM സുധീരനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ സമരം ഉദ്ഘാടനം ചെയ്ത് ആശാ വർക്കർമാരുടെ സമരത്തിന് അതിശക്തമായ പിന്തുണ നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ഈ വരുന്ന 26-ാം തീയതി സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ അംഗൻവാടി ജീവനക്കാരുടെയും ആശാ വർക്കർമാരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസുകൾ ഉപരോധിക്കാൻ പോകുന്ന പാർട്ടിയുടെ പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. INTUC കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ആശാ വർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ 5 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ INTUCയുടെ സമരം നടന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ ഒരു വിഷയത്തിലെ പ്രതിബദ്ധത അത് 100% തെളിയിക്കപ്പെട്ടതാണ്. ഞങ്ങൾ ആ സമരത്തിനൊപ്പമുണ്ട്. ഇവരുടെ ഈ ഒരു സമരത്തെ ആക്ഷേപിച്ചും അടിച്ചമർത്താം ചെയ്യാം എന്നുള്ള CPMൻ്റെ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല. INTUCയും തൊഴിലാളി സംഘടന എന്ന നിലയിൽ കൃത്യമായ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അംഗൻവാടി ജീവനക്കാരുടെ സമരം നടക്കുന്ന INTUCയുടെ നേതൃത്വത്തിലാണ്. INTUCയിൽ അഫിലിയേറ്റ് ചെയ്ത അംഗൻവാടി വർക്കേഴ്സ് കോൺഗ്രസ് ആണ് തൊട്ടപ്പുറത്ത് അംഗൻവാടി ജീവനക്കാരുടെ വീണ ജോർജ് അടക്കം ആവർത്തിച്ച് പറയുന്നത് 26,000 പേരുള്ള ആശാ വർക്കർമാരിൽ ആകെ 600 പേരേ ഉള്ളൂ എന്നാണല്ലോ അധിക്ഷേപം. ചോദിക്കുന്ന വിഷയങ്ങൾ 26,000 ഉള്ള ആശാ വർക്കർമാർ 600 പേരേ ഉള്ളൂ എന്നാണല്ലോ അധിക്ഷേപം. അതിൽ പരം ഇടതുവിരുദ്ധ നിലപാട് വേറെയില്ല. പോട്ടെ, INTUC അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആശാ വർക്കർമാർ അവരോട് വന്നിരുന്നാൽ എന്താ കുഴപ്പം? 7,000 രൂപയിൽ നിന്നും 10,000 രൂപ ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഒരു വർഷമാകെ ചിലവാകുന്നു 94 കോടി രൂപയാണ്. സംസ്ഥാന ബജറ്റിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ വേണ്ടി മന്ത്രിമാർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ വേണ്ടി 100 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. ഈ 100 കോടി രൂപ ഒഴിവാക്കിയാൽ തന്നെ 3,000 രൂപയുടെ വർധനവ് കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ എടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഓണററി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിനല്ലേ മറുപടി പറയേണ്ടത്. അതോടൊപ്പം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇവിടെ ഉയർത്തപ്പെട്ടത്. ഇപ്പോൾ BJP സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതും ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇവിടെ സുരേഷ് ഗോപി വന്ന് നാടകം കാണിച്ച് പോകുന്നു എന്നല്ലാതെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ല. ഇന്ന് പാർലമെൻറ്റിൽ ശ്രീ KC വേണുഗോപാൽ ഉന്നയിച്ച ചോദ്യം അതായിരുന്നു. അതോടൊപ്പം തന്നെ UDFൻ്റെ മുഴുവൻ MPമാരും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ സന്ദർശിച്ച് ആവശ്യപ്പെട്ടതും ഈ ഒരു വർധനമാണ്. ഇൻസെൻറ്റീവും വർദ്ധിപ്പിച്ചേ മതിയാകും. 7,000 രൂപയുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നിലവിൽ 3,000 ആയിരിക്കുന്ന അല്ലെങ്കിൽ അത് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6,000 വരെ ഉയരാവുന്ന ഇൻസെൻറ്റീവും വർദ്ധിപ്പിച്ചേ മതിയാവും. അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. പിണറായി വിജയനും CPMും പുലർത്തുന്ന ക്രൂരമായ സമീപനവും BJP വെച്ച് പുറത്ത് വഞ്ചനാപരമായ നിലപാടും തിരുത്തേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഹർഷൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഹാഷ്മി CA2ൻ്റെ ഒരു സംസ്ഥാന നേതാവിൻ്റെ പ്രസ്താവന, ഒരു PB ഹർഷകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. അവരിവിടെ ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ നേതാവിനെ, ഒരു യൂണിയൻ നേതാവിനെ വിശേഷിപ്പിക്കുന്നത് രോഗം പടർത്തുന്ന കീടാണു എന്നാണ്. എത്ര ക്രൂരമായ ഒരു പരാമർശമാണ്, ചിന്തിക്കണം. എന്തിനാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഇളമരം കരീമിനെ പോലുള്ള CPM നേതാക്കന്മാർ ചോദിക്കുന്നത്. ക്രൂരമായ ഭാഷ. ഇവർക്ക് തൊഴിലാളി വർഗ പാർട്ടി പറഞ്ഞോ. അതിനേക്കാൾ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു നേതാവ് എന്താണ് ഈ സുരേഷ് ഗോപി ഒന്ന് കൊടക്കപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടോ എന്ന് വൃത്തിയോട് പറഞ്ഞില്ലേ?
ഇവർ വനിതാ കമ്മീഷൻ ഒരു പരാതിയുമായി പോയി. അനങ്ങിയിട്ടുണ്ടോ വനിതാ കമ്മീഷൻ?